ഇവിടെ ഈ സ്ത്രീ ഭർത്താവ് കൊടുത്ത ചെരുപ്പ് നനയാതിരിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ചെരുപ്പിടാതെ പോകാമെന്ന് വിചാരിച്ചു. ഇത് കണ്ട അവളുടെ സഹപ്രവർത്തകർ അവളെ കളിയാക്കി ചിരിച്ചു. അവൾ അതിനൊന്നും മറുപടി നൽകിയില്ല. അന്നേരം അവിടെ ആ കമ്പനിയുടെ ബോസ് വന്നു. അയാളെ കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവൻ ചോദിച്ചു, നീ എന്താണ് ചെരുപ്പിടാത്തതെന്ന്? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയാം, ഈ ചെരുപ്പ് വളരെയധികം വിലയേറിയതാണ്, നനഞ്ഞാൽ അവ നശിച്ചു പോകുമെന്ന്. ഇത് കേട്ട് അവൻ പറഞ്ഞു, നമുക്ക് എത്ര ജോഡി വേണമെങ്കിലും വാങ്ങാമെന്ന്. ഇതും പറഞ്ഞ് അയാൾ അവളെ കയ്യിലെടുത്ത് കാറിലേക്ക് കൊണ്ടുപോയി. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ ബോസിന്റെ അമ്മ ജോലിക്കാരോട് കുഞ്ഞിനുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവരാനായി പറഞ്ഞു. അനാഥയായി വളർന്ന അവൾക്ക് ഇത് കണ്ടപ്പോൾ വളരെയധികം വിഷമം വന്നു. തന്റെ കുഞ്ഞിനെ ഇത്രയും പേർ സ്നേഹിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. ഉടനെ ബോസിന്റെ അമ്മ അവൾക്കുള്ള ഡ്രസ്സ് കൊണ്ടുവരാനായി ആവശ്യപ്പെട്ടു. അപ്പോൾ അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും അതിനോടൊപ്പം തന്നെ അസ്വസ്ഥതയും തോന്നി. പ്രഗ്നന്റ് ആയ അവൾക്ക് വസ്ത്രം ഇടുന്നത് എത്ര ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ അമ്മ അവൾ പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ശരീരഘടനയ്ക്കൊത്ത 4 മോഡലിനെ കൊണ്ടുവന്നു. എന്നിട്ട് അവരെ കൊണ്ട് വസ്ത്രങ്ങൾ അണിയിച്ച് അവളെ കാണിച്ചു. എന്നിട്ട് ആ അമ്മ ബോസിനോട് പറഞ്ഞു, പ്രഗ്നന്റ് ടൈം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും, അതിനാൽ നീ അവളെ നന്നായി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവൾക്ക് നാണം വന്നു. കാരണം അവളും ബോസും അത്ര അടുപ്പമുള്ളവർ ആയിരുന്നില്ല. വാസ്തവത്തിൽ അവർ ആൽക്കഹോളിന്റെ ഇൻഫ്ലുവൻസിൽ ആ രാത്രി ഒന്നിച്ച് ചെലവിട്ടു. എന്നിട്ട് അടുത്ത ദിവസം അയാൾ അവൾക്ക് ഒരു ബ്രേസ്ലെറ്റ് നൽകിയിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇതുമായി എന്നെ സമീപിക്കൂ എന്ന്. അങ്ങനെ ഒരു ദിവസം അവൾ തളർന്നു വീണു. ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ കയ്യിലെ ബ്രേസ്ലെറ്റ് തിരിച്ചറിഞ്ഞ ബോസിന്റെ ഇളയ സഹോദരൻ ഉടൻ ബോസിനെ വിളിച്ചറിയിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തി അവളുടെ ചികിത്സാ ചെലവ് വഹിക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല. അപ്പോൾ അവൾ ബ്രേസ്ലെറ്റ് കാണിച്ചിട്ട് ഹോസ്പിറ്റൽ ചിലവെല്ലാം ഈ ബ്രേസ്ലെറ്റിന്റെ ഉടമ വഹിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാത്ത അയാൾ അത് നിലത്തേക്കെറിഞ്ഞു. എന്നിട്ട് അവളെ ബലമായി വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ശ്രമിച്ചു. അന്നേരം ബോസ് അവിടേക്കെത്തി.